നമസ്കാരം. മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് ഇന്ന് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ ലെഗിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. റയൽ ഈസി ആയിട്ട് ജയിക്കുന്നതൊക്കെ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ ഒരു റിസൾട്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആർടെറ്റ മാച്ചിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ മാനേജീരിയൽ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സെക്കൻഡ് ഹാഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആർസണൽ പുറത്തെടുത്തു. അങ്ങനെ 3-0 റയലിനെ അവർ മലർത്തി അടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് റയലിന് സംഭവിച്ചത്? സാധാരണ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസൊക്കെ അവർ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ 4-4-2 എന്നുള്ള ഫോർമേഷനിലാണ് റയലിൽ നിന്ന് ഇറങ്ങിയത്. 1-2 കിടിലൻ ചാൻസുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. ഇവിടെ എംബാപ്പയ്ക്ക് ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ്സൈഡ് ആയത് കാരണം അത് പുറത്താക്കപ്പെട്ടു. എന്നാൽ മറ്റൊരു 1-on-1 ചാൻസ് എംബാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വേണ്ട രീതിയിൽ മുതലാക്കാൻ പുള്ളിക്ക് കഴിയാതെ പോയി. ഡേവിഡ് റായയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സേവ് ആർസണലിനെ കളിയിൽ പിടിച്ചു നിർത്തി എന്ന് പറയേണ്ടി വരും. ഇത് സാക്കയുടെ ആ സ്റ്റാർട്ടിംഗ് ലെവലിലേക്കുള്ള തിരിച്ചു വരവ് ആർസണലിന് നല്ല രീതിയിൽ തന്നെയുള്ള അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിയാണ് സെക്കൻഡ് ഹാഫിൽ 2 ക്രൂഷ്യൽ ഫ്രീ കിക്കുകൾ ആർസണലിന് വേണ്ടി വിൻ ചെയ്യുന്നത്. ഈ ഫ്രീ കിക്കുകളാണ് ഡെക്ലൻ റൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷിലൂടെ 2 ഗോളുകളും കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആർസണലിൻ്റെ സൈഡിൽ നിന്ന് 1-2 ഹാഫ് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. സാക്കയുടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ബോക്സിന് പുറത്ത് വെച്ച് മെറീനോയുടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ടിമോ കോട്ട്വ ഒരു വാള് പോലെ ഉറച്ചു നിന്നിട്ടുള്ള ഒരുപാട് സേവ്സ് ഇന്നുണ്ടായിരുന്നു. ട്രിപ്പിൾ സേവ് ഒക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആദ്യത്തെ ഷോട്ട് മാർട്ടിൻ ലൈനിൻ്റെ സൈഡിൽ നിന്ന് വരുന്നു, അത് സേവ് ചെയ്യുന്നു. പിന്നീട് മെറീനോ 2ാമത്തെ ഷോട്ട് എടുക്കുന്നു, വീണ്ടും 3ാമത്തെ ഷോട്ട് വരുന്നു. ഇങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം സേവുകൾ കോട്ട്വയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർസണലിനെ തടുത്തു നിർത്താൻ പറ്റിയില്ല എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ 57ാമത്തെ മിനിറ്റിൽ ഒരു ക്രൂഷ്യൽ ഫ്രീ കിക്ക് സാക്ക് നേടിക്കൊടുക്കുന്നു. നമ്മൾ റോബർട്ടോ കാർലോസിൻ്റെ പണ്ടത്തെ ആ ഒരു ഫ്രീ കിക്കൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അതായത് പോസ്റ്റിന് പുറത്തു പോയി കേർവ് ചെയ്തിട്ട് ബോൾ അകത്ത് കയറുന്നു. അതുപോലുള്ളൊരു ഫ്രീ കിക്കാണ് ഡെക്ലൻ റൈസിൻ്റെ സൈഡിൽ നിന്ന് കണ്ടത്. കോട്ട്വ ചാടിയൊക്കെ നോക്കി, പക്ഷേ പുള്ളി അടുത്തുപോലും ഉണ്ടായിരുന്നില്ല. ബോള് പുറത്തേക്ക് പോയി കേർവ് ചെയ്തിട്ട് അകത്തേക്ക് കയറുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഔട്ട് ഓഫ് നോവെയർ ആ ഒരു ഫ്രീ കിക്കിലൂടെ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയായിരുന്നു. അധികം വൈകാതെ മറ്റൊരു ഫ്രീ കിക്ക് സാക്ക വിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് മിഡ്ഫീൽഡിൽ നിന്നാണ് ഈ ഷോട്ട് ഡെക്ലൻ റൈസ് എടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു വേറെ ലെവലുള്ള ഒരു ഫ്രീ കിക്കായിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ടോപ്പ് കോർണറിലേക്കാണ് ആ ഷോട്ട് പോയത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ട്, പെർഫെക്റ്റ് പൊസിഷൻ. കോട്ട്വ വീണ്ടും ബീറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ്. അങ്ങനെ 2 കിടിലൻ ഗോളുകൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഡെക്ലൻ റൈസ് ആർസണലിനെ 2-0 ലീഡിലേക്ക് എത്തിക്കുകയാണ്. പിന്നീട് നമ്മൾ കണ്ടത് റയൽ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അധികം വൈകാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. ഇവിടെ ലെഫ്റ്റ് വിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ചാൻസ്. ട്രൊസാർഡ് ബോൾ പാസ് ചെയ്യുന്നു. പിന്നീട് മെറീനയിലേക്ക് ഈ ബോൾ എത്തിക്കുകയാണ്. അപ്പോൾ ലൂയിസ് കെല്ലിയുടെ ഈ ബോൾ ഒരു സിംഗിൾ ടച്ച് എടുക്കാതെ ഡയറക്റ്റ് ഷോട്ട് അടിച്ചുകൊണ്ടാണ് മെറീനോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ കോർണറിലേക്ക് അടിച്ച് കയറ്റുന്നത്. ഇവിടെയും കോട്ട്വയെ ബീറ്റ് ചെയ്യാൻ ഈ ഒരു ഷോട്ടിന് സാധിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ റയലിനെ എംബാരസ് ചെയ്യിപ്പിച്ചുകൊണ്ട് 3-0 ലീഡ്, അതായത് 17 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് ആർസണൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ അൻസെലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഡിഫീറ്റൊക്കെ കഴിഞ്ഞെടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ആർടെറ്റയ്ക്കും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ മൊമെൻ്റ് തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ എവർട്ടനെതിരെ 1-1 സമനില വഴങ്ങിയ ആർസണൽ ചാമ്പ്യൻസ് ലീഗിൽ ഇങ്ങനെയൊരു പെർഫോമൻസ് പുൾ ഓഫ് ചെയ്യുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ റയലിന് കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ബ്ലോക്ക് ചെയ്യാൻ തോമസ് പാർട്ടേക്കും ഡെക്ലൻ റൈസിനും കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. ഡിഫൻസിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആർസണൽ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ സാക്ക, ഡെക്ലൻ റൈസ് ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം പെർഫോമൻസുകൾ കൊണ്ടുവരാൻ ആർടെറ്റയ്ക്കും ആർസണലിനും ഇന്ന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും.
എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈയൊരു ഫോമുമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.